കുടുംബത്തിൽ പിറന്ന ചാണകം. നീ എന്താ സദ്യക്ക് പായസം ഇളക്കണ മാതിരിയാണോ ചാണകം ഇളക്കണേ? നല്ല രീതിയിൽ ഇളകണ്ടേ? മര്യാദയ്ക്ക് ഇളക്കണം. നല്ല വേവ്. തെക്കേലെ ജാനുവിന്റെ പശുവിന്റെ ചാണകമായതുകൊണ്ടാ നല്ല മണം. നീ ജാനുവിന്റെ വിശേഷം പറയാണ്ട് മര്യാദയ്ക്ക് ഇളക്കാൻ. ബ്ലൗസ് ഇട്ട് ഇളക്കിയാ മതിയായിരുന്നു. അല്ല, ഗ്ലൗസ് ഇട്ട് ഇളക്കിയാ മതിയായിരുന്നു, കയ്യിലെന്നാവില്ലായിരുന്നു. മാധവൻകുട്ടി വാ, ഇപ്പൊ സമയം എന്തായി? 1:30. ഇനി 1/2 മണിക്കൂർ കൂടിയുള്ളൂ. എന്തിനാ? 2 മണിക്ക്. ഞാൻ പറഞ്ഞു കൊടുക്കും. എടാ, മോളിൽ പോവാൻ വല്ല വഴിയുണ്ടെങ്കിൽ പറയാൻ. അത് ഫ്രണ്ടിലെ വാതിൽ തുറന്ന് അതുവഴി കയറിപ്പോ. അയ്യോ, എടാ, മോളിൽ പോവാൻ വല്ല കൂനുണ്ടെങ്കിൽ പറയാൻ. ഇത് വഴി നീ എന്താ ടോർച്ച് മുറ്റത്തേക്ക് അടിക്കുന്നത്? അവരൊക്കെ അകത്തല്ലേ? അതിനൊക്കെ കാര്യമുണ്ട്. വാ വാ, എല്ലാ സ്ഥലത്തും നമ്മൾ ടോർച്ച് അടിച്ച് നോക്കണം. മോഷ്ടിക്കാൻ പോകുമ്പോ അങ്ങനെ. അത് ജനാലല്ലേ? ഇവിടുന്ന് വാതിലെന്തി ഇവിടെ കൊണ്ടുവച്ചിരിക്കും. അടച്ചിട്ടിരിക്കുക. കുത്തി തുറന്ന് കേറിയാൽ തന്നെ കപ്പ് ഏത് റൂമിലാന്ന് എങ്ങനെ അറിയും? ചിത്രാംഗതനെ വിളിച്ചു ചോദിച്ചാലോ? ചിത്രാംഗതനെ ഇടിച്ച് അകത്ത് കയറാനുള്ള വഴി നോക്ക്. അത് പറഞ്ഞാ പോരെ, ഞാൻ കണ്ടുപിടിക്കൂലേ? ഓ, ഇത് ലോക്കാ. എവിടെ പോയി നോക്കി? ബിജു, ഇവൻ എവിടെ പോയി കിടക്കുന്നു? ബിജു, എന്തോ? ഞാൻ നോക്കിട്ടൊരു വഴിയും കാണുന്നില്ല. ഇതാര് തുറന്നു? ഞാൻ തുറന്നു. എങ്ങനെ തുറന്നു? അതിന് ബുദ്ധി വേണം, ബുദ്ധി. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈശ്വര, ഇതെങ്ങനെ തുറന്നു? വിജയ, നീയാ പേടിപ്പിച്ചാണല്ലോ. അവർക്ക് ഈ കപ്പെടുത്ത് ഡൈനിങ് ടേബിൾ വെച്ചിട്ടായിരുന്നു. എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകാലോ. മിണ്ടരുത്. രണ്ടുപേരും ഒരു വഴിക്ക് പോകണ്ട. ഞാൻ ഈ വഴി പോ, നീ ആ വഴി പോ. നീ ആദ്യം കപ്പ് കാണുവാണെങ്കിൽ ഒരു വിസില്, ഞാൻ ആദ്യം കാണുവാണെങ്കിൽ ഒരു വിസില്. എങ്ങനെയാ വിസില്? അവൾക്കൊരു എല്ലു കൂടുതലാ. അതെന്തായാലും നന്നായി. ജാനുവിന്റെ ചാണകവും മാധവൻകുട്ടിയുടെ മൂത്രവും തകർക്കാൻ പറ്റാത്ത വിശ്വാസം. ബെസ്റ്റ് കോമ്പിനേഷൻ. ഞാൻ മോളിൽ ചെല്ലുമ്പോ നീ ബക്കറ്റ് പൊക്കി തന്നാ മതി. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. അല്ല, ഞാനും കൂടെ മുകളിലോട്ട് വരാം. മാധവൻകുട്ടി, എന്തിനാടാ? അവൾ ഉറങ്ങിക്കിടക്കുന്ന സംഭവങ്ങൾ എനിക്കൊന്ന് കാണാലോ. അവിടെ ഷക്കീലയുടെ ചിത്രമൊന്നല്ല, ജനലമ്മ തൂങ്ങി കിടന്ന് കാണാനായിട്ട്. എന്നാലും നിന്റെ കണ്ണിന് മതിയാവുമ്പോ എന്നെ വിളിച്ചാ മതിയേ. ഞാൻ എന്റെ കണ്ണ് തന്ന് സഹായിക്കാം. നല്ല പയ്യനാടാ ഞാൻ. നന്നായിട്ട് പിടിക്കേ. വലിച്ചോ വലിച്ചോ. എന്താണ് നോക്കി നിൽക്കുന്നത്? എടാ, ഇത് വലിച്ചെടുത്ത് അങ്ങോട്ട് ഒഴിച്ചു വിടറാ. കിടപ്പ് കണ്ട പെറ്റ തള്ള പോലും സഹിക്കില്ലടാ. ഒഴിക്കണോ? മൂത്രം മാത്രമേ നിന്റേതുള്ളൂ, ചാണകം എന്റേതാ. വലിച്ചെടുത്ത് ഒഴിയടാ പട്ടി. ഒഴിക്കണം. കേരളത്തിൽ ഒരാൾ മാത്രമേ പറയുള്ളൂ, സ്വന്തം ചാണകത്തിന് അവകാശം പറയുന്നവൻ. ആരുമില്ല. ഒഴിക്കാൻ ഒഴിക്കാൻ. ദയവ് ചെയ്ത് ബഹളം വെക്കരുത്. എന്റെ പേര് മാധവൻകുട്ടി. കക്കാൻ വന്നതല്ല, കുട്ടിയെ കണ്ട് മാപ്പ് പറയാൻ വന്നതാ. ഈ പാതിരാത്രിയിലോ? തന്റെ വേഷം കിട്ടലൊന്നും എന്നെ അടുത്ത് വേണ്ട. ഞാൻ ഇപ്പൊ ബഹളം വെക്കും. സത്യമായിട്ട് ഞാൻ കക്കാൻ വന്നതല്ല, എന്നെ വിശ്വസിക്കണം പ്ലീസ്. ഇത് 5 പവന്റെ മാലയാ. കക്കാൻ വന്ന കള്ളൻ ഇതുവരെ ഓണർക്ക് സ്വർണം കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. ഞാൻ കള്ളനല്ലെന്ന് ബോധ്യമാകുമ്പോ തിരിച്ചെന്നാ മതി. ഇന്ന് എടുത്തോ. ഞാൻ വന്ന കാര്യം ആരോടും പറയരുത്. ഞാൻ പോയിക്കോളാം. അത് തന്നെ വേണോടാ പട്ടി. നീ അല്ലേ പറഞ്ഞത് ഇവിടെ തന്നെ നിക്കണം, മാറല്ലേന്ന്? പിന്നെ ഞാൻ ഒഴിക്കാൻ പറഞ്ഞു, നീ ഒഴിച്ചു. വളരെ സന്തോഷം. എന്നെ ഇനി എന്തിന് കൊള്ളാമോ എന്തോ. അതൊക്കെ മാധവൻകുട്ടി, നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണം. നിന്റെ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്തിനാ? നിനക്ക് ഷുഗർ ഉണ്ടോന്നൊരു സംശയം. നല്ല മധുര. അത്രയ്ക്ക് മധുരമുള്ളത് കൊണ്ട് ഞാൻ അറിയാതെ അരബക്കറ്റ് കുടിച്ചു പോയി. ഇത് തുറന്നു കിടക്കുക. അലമാര ഇതിനകത്ത് കാണും.
ഇതുമല്ലല്ലോ. സ്വപ്നമാണോ? കള്ളനല്ല. കുളമായി. അയ്യോ അയ്യാ എവിടെയാ? ഞാനിവിടെ പോയി കിടക്കുന്നു. അവിടെ ബാബാ ബാബാ കപ്പും വേണ്ട കോപ്പും വേണ്ട ബാബാ. മുഖം മൂടിയോ? അയ്യോ തോക്ക്. കാലിനടല ഈ കാലമാണ് എന്നെ തല കാലുകൊണ്ട് ഇറുക്കി പിടിച്ചിരിക്കുക. വെടിവെക്കരുത്. കാണാനില്ലല്ലോ. ആരാ അത്? ഓടിക്കോ ഓടിക്കോ. ഇരിക്കൂ ഇരിക്കൂ എഴുന്നേക്കൂ. ഇരിക്കൂ നമസ്കാരം നമസ്കാരം. 1 2 1 2 1 2 1 down 1 2 3 4 5 6 7 8 9 10. എടാ നീ എന്താ നാണിച്ച് പുറയിലോ നിൽക്കണത്? ക്യാപ്റ്റന്മാരെല്ലാം മുമ്പിലാ നിൽക്കണത്. അങ്ങനെ കേറി നിൽക്കടാ. എടാ പെണ്ണു അവൾ എന്നെ കണ്ടാ തീർന്നു. ആയ് ജാനു, അത് വടക്കേലെ ജാനു അല്ലേ? നീ അവിടെ പോയിരുന്നാ? സ്റ്റേജിലോട്ട് നോക്ക്. സ്റ്റേജിലാ? ആയി കൊള്ളാലോ, നല്ല കുട്ടി. അവളാണ് ഇന്നലെ രാത്രി എന്നെ കണ്ട് നിലവിളിച്ചത്. ചതിച്ചോ? മോഹപ്പത്തിക്കോ. നീ എന്താടാ പൊത്തുന്നത്? അവള് നിന്നെ കണ്ടില്ല. കണ്ടില്ലെന്നാ? നീ എന്തൊരു മണ്ടനാടാ. ഇപ്പൊ അവൾ എന്നെ കണ്ടില്ലേ? ഓക്കെ ഓക്കെ. ഹൊയ് 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 ആ ഹൊയ് 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 അങ്ങനെ ആ അങ്ങനെ ആ ഇനി എഴുന്നേറ്റ് ഹൊയ് ഇരുന്നിട്ട് ഹൊയ് ഇനി ഇരുന്ന് ഹൊയ് എന്നിട്ട് ഹൊയ് ഇനി ഇരുന്ന് ഹൊയ് എന്നിട്ട് ഹൊയ് 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 ഹൊയ്. ഇവൻ ഇതെവിടെ പോയി? അറിഞ്ഞ ഇന്ന് രാവിലെ മുതൽ ആ ഉടുമ്പില് കാണാനില്ല. രക്ഷപ്പെട്ട് അങ്ങനെ ആ ശല്യം മാറിക്കിട്ടി. 25,000 രൂപ ഞാൻ വിസയ്ക്ക് കൊടുക്കാൻ അലമാരി വെച്ചിരുന്നു. അത് ഞാൻ അടുത്തോട്ട് പോയാലോ? അത് പോയി കാണാം. അതിലും വലിയ പുരുഷാണ് സ്റ്റേജിലിരിക്കുന്നത്. നോക്കണം എവിടെ? ആ പിശാശി പെണ്ണ് മാലയായിട്ട് വന്നേക്കട എന്റെ മാനം കളയാൻ. എന്താന്ന് കാര്യം പറയടാ. ഇത് കണ്ടോ? ഇടിച്ചെന്നോട്ടല്ലേ? അതല്ലെന്ന് ഈ പൊതി കണ്ട. എന്തോന്ന് ഉപ്പുമാവാ? ഉപ്പാവല്ല പൊറോട്ട ഇറച്ചി. പാവളന്നോനെ വാരി തിന്നല്ലേ. എടാ ഇത് നായ്ക്കൊരെണ്ണം പൊടി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വിജയന്റെയും ടീമിന്റെ നെഞ്ചത്ത് വാരി വിതറണം. പിന്നെ അവന്മാരെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇല്ലാതാവും. ഉത്തേജനം ഉത്തേജനം. Correct, ഉത്തേജനം. അത് ശരി, ഉത്തേജനം ശരിയാക്കി തരാം. ഇത് സർക്കത്തല്ല, കബഡിയാണ്. കൗണ്ട് ചെയ്തോ, കൗണ്ട് ചെയ്തോ. ഒന്നിന് പകരം രണ്ടടാ. ഇതെന്താ അണ്ണൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കളി കാണാതെ? ഇപ്രാവശ്യം അവൻ തോക്കുന്നത് കാണാനുള്ള കരുത്ത് എനിക്കില്ല. തോക്കത്തില്ലെന്ന് ഇത് കണ്ടോ? ഉത്തേജന മരുന്ന് 2 തവണ മാധവൻ കുട്ടി എങ്ങനെ ജയിച്ചെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഇത് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാ. ഇതെങ്ങാനും അവന്മാര് കഴിച്ചിരുന്നെങ്കിൽ കപ്പും കൊണ്ട് അവന്മാര് പോയേനെ. നീ കുള്ളനാണെങ്കിലും ബുദ്ധിയുള്ളവനാടാ. ഇത് എവിടെന്നാ കിട്ടിയെന്ന് വിജയനോട് പറയണ്ട. കളി ജയിച്ചു കഴിയുമ്പോ നമ്മുടെ കേരളത്തിന് പുറത്ത് മലപ്പുറത്തുനിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാൽ അവന് സന്തോഷാവും. അപ്പൊ നമുക്കിത് അങ്ങോട്ട് കലക്കി കലക്കി ഇളക്കിയെടുക്കാം. നാ പിടി വാ. കബഡി 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 കലക്കി കലക്കി നടലയം ടച്ച് ചെയ്തുള്ളൂ. എന്തോടാ കളിയാക്കുന്നത്? കളി തുടങ്ങിയല്ലോ, കളിച്ചാടാ. വിസിലിയാനടിച്ച് വായിക്കുന്നു. പോലീസ് പോയിട്ട് വരാം. പിന്നെ വരാല്ലേ? പേടിക്കണ്ട, വന്നോളൂ. എന്തായി സാർ പരിക്കൊക്കെ? ഭേദപ്പെട്ടു വരുന്നു. എവിടെയായിരുന്നു?
ഹോസ്പിറ്റലിലേക്കൊന്നും കണ്ടില്ലല്ലോ. വന്നപ്പോഴൊക്കെ പോലീസ്. അതെ, പോലീസ് അകത്തോട്ട് കയറ്റിവിട്ടില്ല. അതെ അതെ. തന്റെ പോലീസിന്റെ കാര്യമാ പറഞ്ഞത്. ആ, ഇത് മിസ്റ്റർ വിജയൻ. എന്നെ രക്ഷപ്പെടുത്തിയ ആളെ കുറിച്ച് പറഞ്ഞില്ലേ? ഇയാളാ. ഹലോ. ഞാൻ ചക്കൻ കണ്ടത്തിൽ ബിജു. ഇത് DGP രാമേന്ദ്രൻ. ആ, സാറിനെ എനിക്ക് നേരത്തെ അറിയാം.